ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ലൈക്സും കോമൻസും ഒക്കെ കിട്ടി. അതിന് വളരെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കണ്ടൻറ്റ് ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ്, നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. എനിക്ക് കോച്ചിങ്ങിൽ വരുന്ന പലരുടെയും എസ്പെഷ്യലി ലേഡീസ് എപ്പോഴും ഒരു ദുഃഖം ഷെയർ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവരൊന്നും മനസ്സിൽ കൂടെ കണ്ടിട്ടില്ല, എന്നിട്ടും അവരെ ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചുറ്റുമുള്ളവർ സംസാരിക്കുന്നു. അത് മേ ബി ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അവരുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ അറിയുന്നവരോ ചിലപ്പോൾ യൂഷ്വലി സോഷ്യൽ ഗ്യാതറിങ്സിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ? അല്ലെങ്കിൽ നിങ്ങൾ ഇത് സീരിയസ് ആയി എടുക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ, ഇൻറ്റൻഷനലി വേദനിപ്പിക്കുന്നത്, ചിലവർ അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കാം, അത് നമുക്ക് വിട്ടുകളയാം. നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ളവർ അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് അവരുടെ കൾച്ചറിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നിങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അവരുടെ സ്വഭാവ ഗുണമാണ്. എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് ഒരാളെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല, അല്ലേ? ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഒരിക്കലും ഇൻറ്റൻഷനലി മനഃപൂർവ്വം ആരെയും ഹേർട്ട് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയണത് ചിലവർക്ക് ഹേർട്ടായിട്ടുണ്ടാവും. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് പിന്നീട് സോറി പറയാം. പക്ഷെ മനഃപൂർവ്വം ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്ന ഉള്ളത് നല്ല ഒരു എന്താ പറയുക, കൾച്ചറിൽ പെട്ടതല്ല. അത് നമ്മുടെ സ്വഭാവ ഗുണമല്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്നും നിങ്ങൾ കഴിയുന്നതും ഒരകൽച്ച പാലിക്കുക. ചിലപ്പോൾ നമ്മുടെ ഭയങ്കര ക്ലോസ് റിലേറ്റീവ് ആയിരിക്കും, നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ അകൽച്ച പാലിക്കാൻ പറ്റില്ല. യൂഷ്വലി സോഷ്യൽ ഫങ്ഷൻസിന് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ താമസിക്കുന്നവരൊക്കെ നമുക്ക് അകൽച്ച പാലിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് സ്ട്രോങ് മൈൻഡ് സെറ്റ് ആക്കിയിട്ട് അവരുടെ കോമൻസ് ഇഗ്നോർ ചെയ്യുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ പറഞ്ഞ പോലെ നമ്മുടെ എനർജി ലെവൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഇവരുടെ പേരിൽ നമ്മുടെ എനർജി ഡ്രെയിൻ ആവണോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. അവർ പെട്ടെന്ന് പറഞ്ഞ കോമെൻറ്റിൽ നിങ്ങളുടെ എനർജി അഫക്റ്റഡ് ആവണോ? നമ്മൾ എപ്പോഴും ഹാപ്പിയായി സന്തോഷമായി ഇരിക്കാനാണ് ഡിസൈഡ് ചെയ്തവർ, അല്ലേ? രാവിലെ തന്നെ നമ്മുടെ ആദ്യത്തെ സെൽഫ് ടോക്ക് എന്താണ്? ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്, ഇന്നത്തെ എൻ്റെ ദിവസം വളരെ മനോഹരമായി പോവുകയാണ്. അതായത് മറ്റുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എൻ്റെ മൂഡിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു സ്ട്രോങ് സെൽഫ് ടോക്ക്. അപ്പോൾ നിങ്ങളുടെ എനർജി അവരുടെ മേലെ നിങ്ങൾ വേസ്റ്റ് ചെയ്യണോ? കാരണം അവർ എനർജി ഡ്രെയിനേഴ്സാണ്, അവർ എനർജി എക്സ്പയറേഴ്സാണ്. അവരുടെ കൂടെ നമുക്ക് അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും വരും, അല്ലാതെ നമുക്ക് എനർജി ബൂസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അർഹിക്കാത്തവരുടെ മേലെ നമ്മുടെ സമയം പാഴാക്കണോ? കാരണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് വിഷമിച്ച് നമ്മുടെ ദിവസം നമ്മൾ നശിപ്പിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ മേലിൽ നമ്മുടെ എനർജിയോ നമ്മുടെ സമയമോ വേസ്റ്റ് ആക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. എന്നിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യണോ വേണ്ടയോ എന്നുകൂടെ ആലോചിച്ചെടുക്കുക. ചില സാഹചര്യങ്ങളിൽ മൂന്നാമത്തെ ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോണത്. അവർ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു, അപ്പോൾ ജസ്റ്റ് അവർക്കൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുക, സോറി എനിക്ക് മനസ്സിലായില്ല, എന്താ പറഞ്ഞ്? അവർ ഭയങ്കര റൂഡായിട്ടൊരു കോമൻറ്റ് പാസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അവരോട് റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ പെട്ടെന്നൊന്ന് ഷോക്കാവും. ഇത് സൈക്കോളജിക്കലി സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. കാരണം ഒരാൾക്ക് നെഗറ്റീവ് കോമൻറ്റ് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചെറിയൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും. ഇത് യൂഷ്വലി ആരും അങ്ങനെ ചെയ്യാറില്ല. കാരണം പെട്ടെന്നൊരു നെഗറ്റീവ് കോമൻറ്റ് എന്നോട് ആരും പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് സ്റ്റണ്ടായി ഷോക്കായി നിൽക്കും. എനിക്ക് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ എന്താണെന്ന് അറിയണ്ടാവില്ല. ആ സമയത്ത് ഞാൻ ഐഡിയലി എന്താ ചെയ്യേണ്ടത്? സോറി, എന്താ പറഞ്ഞ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ തോന്നില്ല.
യൂഷ്വലി അങ്ങനെയാണ്. ഓക്കെ, 90% ഓഫ് ദ കേസസ് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ടാക്ടിക്കലി പ്രയോഗിച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് കോമെൻസിലിടുക എന്തായിരുന്നു നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എന്ന്. അവരത് റിപ്പീറ്റ് ചെയ്തോ ഇല്ലയോ. ഓക്കെ, അതൊരു ട്രിക്ക്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂഷ്വലി നമ്മളെ ഹേർട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ വീക്ക്നെസ് അറിയുന്നവരായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബോഡി ഷെയ്മിങ്. എനിക്ക് ഭയങ്കര തടിയാണ്, അല്ലെങ്കിൽ എനിക്ക് പൊക്കം കുറഞ്ഞതാണ്, അത് എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുക എന്നതായിരിക്കും അവരുടെ ടാർഗറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ജോലിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനെ കുറിച്ച്, അങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് കളിയാക്കാം അല്ലേ. ഇപ്പോൾ മാരീഡ് ആൾക്കാർ അല്ലെങ്കിൽ സിംഗിൾ ആൾക്കാർ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് പറഞ്ഞ് ഹേർട്ട് ഫീലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ ആ വീക്ക്നെസ് നമ്മൾ യൂഷ്വലി സൊസൈറ്റിയിലോട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ക്ലോസ് ഫാമിലി അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും ഹേർട്ട് ചെയ്യില്ല എന്നുള്ളവരടുത്ത് മാത്രമേ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. വേറൊരു കാര്യം, ഇൻസെക്യൂർ ആവേണ്ട കാര്യമില്ല. കാരണം കുറേ തരത്തിൽ നമ്മൾ ബ്ലെസ്ഡാണ്. അപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു വീക്ക്നെസ്സിനെ നമ്മൾ ഊതി വീർപ്പിച്ച് വലിയൊരു കാര്യമാക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ വീക്ക്നെസ് ഇൻസെക്യൂരിറ്റീസ് അറിയുന്നവരാണ് നമ്മളെ വേദനിപ്പിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് വെക്കുക. അപ്പോൾ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുകയാണ്. ഓക്കെ, ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ ബോഡി ലാംഗ്വേജ് അത് ഭയങ്കര വിസിബിളാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ എന്നെ കയറി ആരെങ്കിലും ഹേർട്ട് ചെയ്യാൻ വരുമോ? ഒരിക്കലുമില്ല. പക്ഷെ നമ്മൾ ഒന്ന് താഴ്ന്ന് കുറച്ച് ഹമ്പിളായി നടക്കുമ്പോഴാണ് ആൾക്കാർ നമ്മുടെ തലയിൽ കയറാൻ വരിക അല്ലേ. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളൊന്ന് തിരിച്ചു പറയില്ല എന്ന് അറിയുന്നവരാണ് നമ്മളെ യൂഷ്വലി ഹേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് നമ്മളെ എക്സ്പോസ് ചെയ്യാതെ നമ്മളെ എല്ലാത്തിലും ഐ എം വർത്തി, ഐ എം ഡിസേർവിംഗ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുക. ഞാൻ ഭയങ്കര അഹംഭാവം അല്ലെങ്കിൽ ആരഗൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യാം, എസ്പെഷ്യലി സോഷ്യൽ ഗ്യാതറിങ്സിൽ. അപ്പോൾ നമ്മളെ ഹേർട്ട് ചെയ്യാനുള്ള അവരുടെ പവർ റെഡ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പവർ ആർക്കും വിട്ടുകൊടുക്കരുത്. ഓക്കെ, നമ്മളെല്ലാവരും ഭയങ്കര പവർഫുള്ളാണ്, അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ യാതൊരു തരത്തിലും മറ്റുള്ളവരിൽ നിന്നും ചെറുതല്ല. ആ ഒരു ഫീലിംഗ്, ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ബിൽഡ് ചെയ്യുക. അതിനായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസും ഇങ്ങനത്തെ ഡിസ്കഷൻസിലും നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്, ജീവിതത്തിൽ മുന്നേറണം എന്ന ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ നമ്മൾ അതിൽ ആ ഒരു ജേർണിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഉള്ളവരിൽ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. ഓക്കെ, കാരണം നമ്മുടെ മനസ്സ്, നമ്മുടെ ഫോക്കസ്, കൂടുതൽ എനർജി പോസിറ്റീവ് എനർജിയിലോട്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ നെഗറ്റിവിറ്റി നമുക്ക് സ്ട്രോങ് ആയിട്ട് മാറ്റിവെക്കാൻ കഴിയണം. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമുക്കൊരു ഒരു 5-6 ക്ലോസ് ഫ്രണ്ട്സ് മതി. ഓക്കെ, ഒരു 100 ഫ്രണ്ട്സ് ഉണ്ടായിട്ട് അതിൽ 50 പേര് നമ്മുടെ എനർജി എക്സ്പയറേഴ്സ് അല്ലെങ്കിൽ എനർജി ഡ്രെയിനേഴ്സ് ആണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ മൂഡ് പോവും, നമ്മൾ ഹേർട്ടായിട്ട് ഫീൽ ചെയ്യും, പിന്നെ നമ്മുടെ ദിവസം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ചിയർഫുൾ ആൾക്കാരായിട്ട് സറൗണ്ട് ചെയ്യപ്പെടണം, അവരുമായിട്ട് ഇടപഴകണം. അങ്ങനത്തെ സൗഹൃദങ്ങൾ നമ്മൾ കൂടുതൽ അവർക്ക് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ബൂസ്റ്റ് തരുന്ന, നമ്മളെ പോസിറ്റീവാക്കി വയ്ക്കാൻ, നമ്മളെ എൻകറേജ് ചെയ്യാൻ, നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ളവരുടെ കൂടെ വേണം നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കാൻ. അത് ഒരു മാസീവ് ചേഞ്ചാണ് നിങ്ങൾക്ക് അതിൽ നിന്നും ഫീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ പലരും, ഞാനും അങ്ങനെയായിരുന്നു, പീപ്പിൾ പ്ലീസേഴ്സാണ്. ഓക്കെ, അതായത് ആരും നമ്മളെക്കുറിച്ച് ഒരിക്കലും തെറ്റ് പറയരുത്, നമ്മളെല്ലാവരും ഹെൽപ്പിംഗ് ആണ്, നമ്മളെല്ലാവർക്കും നല്ലത് ചെയ്യുന്നവരാണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് യൂഷ്വലി ക്രിയേറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, ഞാൻ ഒരു ഗുഡ് ഗേൾ ഇമേജ് അല്ലെങ്കിൽ ഒരു ഉത്തമ പുരുഷൻ്റെ ഇമേജ് വെച്ച് നടക്കാനാണ് പലർക്കും, എല്ലാവരും അല്ല, കുറേ പേർക്ക് അങ്ങനെയാണ് ആഗ്രഹം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സോഫ്റ്റാണ്, അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പം നമ്മളായിട്ടൊന്നും തിരിച്ചു പറയാൻ പോവില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം.
ഓക്കെ. ബൗണ്ടറി സെറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സെൽഫ് ലവിനെ കുറിച്ച് ഞാനൊരു 5 ഡേ വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ബൗണ്ടറി സെറ്റിംഗ്, ഇതൊക്കെ നമ്മുടെ ഗ്രോത്ത് ജേർണിയിൽ അല്ലെങ്കിൽ സക്സസ് ജേർണിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലീസ് പ്രാക്ടീസ് ദാറ്റ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് ടിപ്സ് ഇന്ന് ഷെയർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ കൾച്ചറാണ്, നമ്മുടെ കൾച്ചറല്ല. ഓക്കെ. നമ്മുടെ കൾച്ചറിൽ നമ്മൾ ഒരിക്കലും ആരെയും വിഷമിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ കഴിയുന്നതും പോസിറ്റീവായിട്ടും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, അങ്ങനെ ഒരു പോസിറ്റീവ് സൊസൈറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ നല്ല നല്ല ലേണിങ്സ് നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിലിടാം, കോമൻസിലിടാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ലേണിങ്സിൽ നിന്നും ഡെഫിനറ്റ്ലി അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. ഹാവ് എ വെരി ഹാപ്പി പോസിറ്റീവ് ഡേ. ഓക്കെ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.